ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾക്ക്. 375 കോടി രൂപയുടെ അഴിമതി നടന്ന പ്രമാദമായൊരു കേസാണ് ലാവലിൻ കേസ്. അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ 7ാം പ്രതിയായി സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. 41 തവണ ഈ കേസ് മാറ്റിവെച്ചതും മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് പരക്കെ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇതുപോലെ 41 തവണ ഒരു കേസും മാറ്റിവെച്ചിട്ടില്ല. അത് വേറൊരു വിഷയം. ലാവലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണ്, ആ കമ്പനിയുടെ പേര് CDPQ എന്നാണ്. കാനഡയിലെ ക്യൂബിക് പ്രവിശ്യയിൽ ഉള്ള ഒരു കമ്പനിയാണ് CDPQ. ആ CDPQ ആണ് ഈ ലാവലിന് 20% ഷെയർ എടുത്തിട്ടുള്ളത്. ലാവലിൻ കമ്പനി 40% ഷെയർ വിറ്റഴിച്ചപ്പോൾ 20% വാങ്ങിയത്, ആ ഷെയർ വാങ്ങിയത് CDPQ എന്ന് പറയുന്ന കാനഡയിലെ ക്യൂബിക് പ്രവിശ്യയിലെ ഈ കമ്പനിയാണ്. അപ്പം ലാവലിനും CDPQവും തമ്മിലുള്ള ബന്ധം അതാണ്. ഈ CDPQവിനാണ് 9.72% ഇവർ മസാല ബോണ്ട് വിറ്റത്. അന്ന് തന്നെ ഞാൻ എല്ലാ രേഖകളും പുറത്തു കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ CDPQവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാനഡയിൽ നിന്ന് കേരളത്തിൽ വന്നു, താജ് ഹോട്ടലിൽ താമസിച്ചു. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അവർക്ക് നൽകാൻ ഉള്ള തീരുമാനം എടുത്തത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്താർക്കും ഈ ബോണ്ട് വിൽക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് തോമസ് ഐസക്ക് പറഞ്ഞ CDPQ വാങ്ങിയതിന് ഞങ്ങളെന്ത് ചെയ്യും? ആർക്കും വിൽക്കാം, ഞങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ പബ്ലിക് ഇഷ്യൂ ആയിട്ടല്ല, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതാണ് എൻ്റെ പോയിന്റ്. ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റായി CDPQ എന്ന് പറയുന്ന കാനഡയിലെ ലാവലിൻ കമ്പനിയിൽ നിർണായകമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഷെയറുള്ള കമ്പനിയാണ് ഇത് വാങ്ങിയത്. അപ്പം ഇത് മറച്ചു വെക്കുകയായിരുന്നു. ഈ CDPQവിൻ്റെ മസാല ബോണ്ട് 9.72% കൊടുത്ത് മറച്ചു വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് മസാല ബോണ്ട് പുറത്തിറക്കിയത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ കാനഡ തിരഞ്ഞെടുത്തത്? SNC ലാവലിൻ കമ്പനിയുടെ ആസ്ഥാനമായ കാനഡയിൽ ചെന്ന് ലാവലിൻ ബന്ധമുള്ള ഈ CDPQമായി നടത്തിയ ഇടപാടുകൾ എന്തിനു മറച്ചു വെച്ചു? ഇതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2019 മാർച്ച് 29 മുമ്പ് തന്നെ ഇവർ മസാല ബോണ്ട് വിറ്റിരുന്നു. അതിൻ്റെ പണവും കിഫ്ബിക്ക് ലഭിച്ചു. കിഫ്ബിയുടെ ഔദ്യോഗിക ന്യൂസ് ലെറ്ററിൽ അത് വന്നിരുന്നു. അത് കഴിഞ്ഞാണ് 2019 ഏപ്രിൽ 1 1 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഇത് ലിസ്റ്റ് ചെയ്തതായി മണിയടിച്ച് പ്രഖ്യാപിച്ചത്. അപ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള ലാവലിൻ കമ്പനിക്ക് ഒരു പ്രത്യുപകാരം ചെയ്തു കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ഇന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ADB വായ്പ നൽകുന്ന 4% താഴെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊച്ചി മെട്രോയ്ക്ക് ബന്ധപ്പെട്ട ED കാരണം കാണിക്കൽ നോട്ടീസ് മുഖ്യമന്ത്രിക്ക് അടക്കം അയച്ചതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.